കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും ചർച്ച ചെയ്തത് ന്യൂസ് ലോകത്തെ വർത്തമാനങ്ങളാണ്. എൻ്റർടൈൻമെൻറ്റ് ലോകത്തും സോഷ്യൽ മീഡിയയിലുമുള്ള സ്ത്രീ സാന്നിധ്യം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സ്വാഗതം, ഞാനാണ് സ്ത്രീയിലേക്ക്. ഇനി നമ്മൾ മീഡിയ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വാർത്താമാധ്യമങ്ങൾ മാത്രമല്ല, അതിൽ റേഡിയോ ഉൾപ്പെടുന്നു, എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് ഉൾപ്പെടുന്നു, പത്രങ്ങൾ ഉൾപ്പെടുന്നു, മാസികകൾ ഉൾപ്പെടുന്നു, പിന്നെ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള എല്ലാ മീഡിയാസും, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, വെബ് പോർട്ടൽസ്, ഇങ്ങനെ പലവിധ യൂട്യൂബ് ചാനൽസ് വരുന്നു. ഇത്തരത്തിലൊരു വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ പോലും ഒരു ചാനലിൻ്റെ മുഖം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഓൺ സ്ക്രീൻ വരുന്നത് ആരൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ മുഖം എന്തായിരിക്കണം പുറത്തേക്ക് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ചില മാനദണ്ഡങ്ങളിൽ കുടുങ്ങി തന്നെയാണോ? ഇങ്ങനെ ഒരു അഴകളവ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങളുള്ളതായിട്ട് എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. കാരണം ഓരോ കാലത്തും പുതിയ ചാനൽസ് ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായി പ്രോഗ്രാം ചെയ്ത് വരുന്ന ഒരു സമയത്ത് കൃത്യമായൊരു ലൈവ് ഷോസിൻ്റെ പാറ്റേൺ, അതിൽ ആരായിരിക്കണം, എങ്ങനെയുള്ളവരായിരിക്കണം, അതിനെക്കുറിച്ച് തീർച്ചയായും കൃത്യമായൊരു ബോധമുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ലോഞ്ച് ചെയ്യപ്പെടുന്ന ചാനലുകളിൽ വരുന്ന പ്രോഗ്രാംസ് നോക്കിയാൽ 10 വർഷം 15 വർഷം മുമ്പ് വന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മേ ബി അതിനകത്ത് മ്യൂസിക് എന്ന് പറയുന്നൊരു ഫാക്ടർ കാണും, എൻ്റർടൈനിങ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം കാണും. പക്ഷേ അവതാരകരുടെ ഭാഷയിൽ, ചേഷ്ടയിലടക്കം മാറ്റങ്ങളുണ്ട്. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. അവിടെയാണ് ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സ്ത്രീകൾക്കൊരു ഷെൽഫ് ലൈഫ് ഉണ്ടോ എന്ന് നേരത്തെ മുൻപൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നല്ലോ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഷെൽഫ് ലൈഫ്. നമ്മൾ ഐ ആം ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ, ഇതാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഓക്വേർഡായിരിക്കുമെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ഹ്യൂമർ പറയാൻ സാധിക്കില്ല എന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ ഹ്യൂമർ വരുന്ന പരിപാടികൾ ചെയ്തിട്ടുമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവിടെയും ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വട്ടം വരച്ചിട്ടുണ്ടാവും. ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ കരുതേണ്ടതുണ്ടോ, അതോ ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊരു വേഷം നമ്മളങ്ങ് അഭിനയിക്കുകയാണോ? അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു ലോയറായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ സ്റ്റേജ് ഷോസ് ചെയ്യുന്നു, അവിടെ ഞാൻ ആങ്കർ ചെയ്യുന്നു. കൂടുതലും എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, ആങ്കറിങ് നമുക്കൊരു പാഷനാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഹേർട്ട് ചെയ്യാത്ത തരത്തിൽ ഞാൻ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ തരത്തിലാണ്. ദിസ് ഈസ് വാട്ട് ഐ ആം, ഇങ്ങനെ എന്നെ കണ്ടാൽ മതി എന്നുള്ളൊരു ഒരു 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 ബോർഡർ ലൈൻ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ചാർത്തി കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നവർക്കും അറിയാം ഇതാണ് എന്നുള്ളത്. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ ഇത്തരത്തിലുള്ള ഷോ ആങ്കറിങ്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നേരത്തെ പറഞ്ഞ ചില തമാശകൾ, ചിലപ്പോൾ നമ്മൾ തീരെ കംഫർട്ടബിൾ അല്ലാത്ത തമാശയായിരിക്കും, അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. വീണ എന്നുള്ളൊരു വ്യക്തിയല്ല, വീണ അത്തരത്തിലൊരു കംഫർട്ടബിൾ അല്ലാത്ത തമാശ പറയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പാഷൻ അല്ല താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പം അത്തരത്തിൽ പെൺകുട്ടികൾക്ക്, അതായത് പ്രത്യേകിച്ചും വളരെ ചെറിയ ഏജിൽ തന്നെയാണ് എല്ലാവരും ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഷോയുടെ ആങ്കറിങ്ങിലേക്ക് വരുന്നത്. അവർക്ക് തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? വലിയൊരു പരിധിവരെ ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്തുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് മാന്യമായി പറഞ്ഞ് ഒഴിവായി പോവുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഗ്ലാമറസ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ എന്ന് പറയുന്ന എപ്പോഴും ഒരു സെല്ലിങ് കമ്മോഡിറ്റിയാണ് മീഡിയയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളിൽ വന്ന മാറ്റത്തിലും നമുക്കത് കാണാം. ആങ്കേഴ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ട്, ഞാൻ വളരെ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കാൻ കംഫർട്ടബിൾ അല്ലാത്ത ഒരാളാണ് എങ്കിൽ അത്തരം ഷോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, പരമമായിട്ട് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റിസ് അതാണ്. കാരണം ഒരു അസൈൻമെൻറ്റ് നമ്മൾ ഏറ്റെടുക്കുകയും അവരുടെ എക്സ്പെക്റ്റേഷൻ ഒത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതിനേക്കാളും മാറി നിൽക്കുക എന്ന് പറയുന്നതായിരിക്കും നമ്മളോടും അവരോടും ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് റോളുകളിൽ സ്ത്രീകൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയം നമുക്ക് കൂടുതലും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സെല്ലിംഗ് കമ്മോഡിറ്റി ആയിട്ട് നമ്മൾ
സ്ത്രീകളെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ മീഡിയയിലൂടെ എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമുക്ക് വരാൻ മുമ്പ് ഉഷേച്ചിലേക്ക് ഇത്തരത്തിൽ നമ്മൾ കാണുന്ന കൺവെൻഷണൽ മീഡിയയിലേക്ക് ഇപ്പം വീണ പറഞ്ഞത് നമുക്ക് സ്റ്റേജ് ഷോസ് ഉൾപ്പെടെ ചാനൽ ഷോസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ചില പ്രോഗ്രാംസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഘടകമാണ് പറഞ്ഞത്. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ടി വിയിലേക്ക് വരുമ്പോൾ, ടി വി എൻ്റർടൈൻമെൻറ്റ് ഷോസിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, സ്ത്രീകളെ കാഴ്ചയ്ക്ക് നായിക കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ സഹകഥാപാത്രങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെ ആയിരിക്കണം, നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെ ആയിരിക്കണം, ഇത്തരത്തിൽ നമ്മൾക്ക് മുന്നോട്ട് വെച്ച് നീട്ടുന്ന കുറേ ചട്ടക്കൂടുകളുണ്ടോ? അതിലേക്ക് ഒതുങ്ങണം എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വളരെ സജീവമായിട്ട് ടി വി രംഗത്തും വരുന്നൊരു വ്യക്തി കൂടിയാണ് താങ്കൾ. അതായത് ഇപ്പം തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പൊതുവേ ഞാൻ കംഫർട്ടബിളായിട്ട് ഞാൻ ചുരിദാറോ ജീൻസോ ഒരു കൂർത്തയോ ഒക്കെ ഇട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലം, ആ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് വേണം നമ്മുടെ ഡ്രസ്സിങ്. അതൊരു വ്യക്തിയുടെ ഇതാണ് പേഴ്സണൽ ചോയ്സ്. അതേ സമയത്ത് നമ്മൾ ചാനലിൽ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു പരിപാടി അവരെഴുതുമ്പം തന്നെ അവർ ആ ഒരു കോസ്റ്റ്യൂം ഇന്ന ആങ്കറിന് ഇന്നതാണ് എന്നവിടെ ഒരു വരച്ചിട്ടുണ്ടാവും. ആ കുട്ടിയോട് വന്നിട്ട് പറയുകയാണ് ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ ആണ്, പിന്നെ പാവാട ഇങ്ങനെയൊക്കെ നിൽക്കും, അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചില കുട്ടികൾ പറയും ഞാൻ തയ്യാറാണ്, ചില മക്കൾ പറയും ഞാനത് ഇട്ടാൽ തന്നെ വൃത്തികേടായിരിക്കും. കാരണം വേറെ ഒന്നല്ല, ചില കുട്ടികൾക്ക് ബോഡി ലാംഗ്വേജ് നല്ലതായിരിക്കും, ഏത് ഡ്രസ്സ് ഇട്ടാലും അവരെ ആ ബോഡി അതിനെ സ്വീകരിക്കും. ചില കുട്ടികൾക്ക് ഇച്ചിരി വയറോ ഇല്ലെങ്കിൽ ആ ഒരു ഷേപ്പൊന്നും ഇല്ലാത്തവരെ കൊണ്ട് ഈ സാധനം വലിച്ചു കയറ്റി ഇടിയിച്ചു കൊടുത്താൽ നമ്മൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ അത് സ്വയം തീരുമാനിക്കണം. ഇത് ഇട്ട് ഒരു കുട്ടിയെ, ഞാൻ എപ്പോഴും എല്ലാവരോടും ഒരു പെൺകുട്ടിയോട് പറയുന്നതാണ്, നിങ്ങളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ തന്നെ കണ്ണാടിയിൽ പോയിട്ട് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ചെടുക്കുക, ഇതെനിക്ക് പറ്റുമോ എങ്കിൽ നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാം. കാരണം നിങ്ങളെ സഹിക്കേണ്ടത് ഈ ഓഡിയൻസാണ്. ഈ ആങ്കറിൻ്റെ അവൾക്കനുസരിച്ച ഒരു ഡ്രസ്സിലല്ല അവൾ വന്നതെങ്കിൽ നമുക്ക് ആ ചാനൽ പ്രോഗ്രാം കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ എത്രയോ പേര് ചാനൽ മാറ്റിപ്പോകുന്നവരുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഷോ. ഒരു കോമഡി ഷോയിൽ അവരവതരിപ്പിക്കുന്ന കോമഡി വാക്കുകൾ തന്നെ ഒരു കുടുംബമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റാത്ത വളരെ മോശമായ വേർഡുകളും വളരെ മോശമായിട്ടുള്ള ഇതും, അതെല്ലാം ഒരു നല്ല ചാനലിന് പറ്റിയ നമുക്ക് എന്തും വിറ്റ് കാശുണ്ടാക്കാമെന്നല്ല, നമ്മുടെ കുട്ടികൾ, അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, ചിലപ്പോൾ ആ തലമുറ മുഴുവനും ഇരുന്ന് കാണുന്ന പ്രോഗ്രാം കോമഡിയല്ലേ, കുറച്ച് മനസ്സ് തുറന്ന് ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരെല്ലാവരും ഒരേപോലെ വന്നിരിക്കുമ്പോൾ അവിടെ കേൾക്കുന്നത് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഈ മക്കളെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ പോലും വരുന്ന കോമഡി ഷോകളും ഉണ്ട്. നമ്മൾ ഈ ടി വിയിൽ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരാളാകുകയാണ് ഇവരെല്ലാവരും. ഇപ്പം മായ മാഡം എത്രയോ കുടുംബത്തിലെ ആളാണ്. കാരണം വർഷങ്ങൾ നമ്മൾ ഡെയിലി കാണുന്ന മുഖം. അപ്പോൾ ഇവരെല്ലാം ആ കുടുംബത്തിലെ അംഗമാകുമ്പോൾ അവരനുസരിച്ചല്ലാത്ത ഒരു വാക്ക് പറയുമ്പോൾ, അനുസരിച്ചല്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ വിഷമിക്കുന്നത് ആ കുടുംബം മുഴുവനും. അങ്ങനെ ആ ചാനൽ കാണുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളും